ഞാനിപ്പോൾ ഇങ്ങനെ വരുമ്പോ ഒരു ചെറുപ്പക്കാരന്റെ ഒരു പ്രസംഗം കേട്ടു. അവൻ ഇബ്നു ഹജറുൽ ഹൈതമി സുന്നിയല്ല എന്നാ പറയുന്നത്. ഇബ്നു ഹജറുൽ ഹൈതമി പക്ഷപാതിയാണെന്നാണ് പറയുന്നത്. ഏത് തോന്നിവാസവും നാവ് കൊണ്ട് പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത ജനങ്ങൾ ജീവിക്കുന്ന ഒരു കാലമാണിത്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ കാക്കട്ടെ, ഈമാന് രക്ഷപ്പെടുത്തട്ടെ. നബി തങ്ങൾ പറഞ്ഞതാണല്ലോ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ അതാ ചില കക്ഷികൾ വരും. യത്തി അലന്നാസി സമാനുൻ. അതുപോലെ ധാരാളം വാചകങ്ങൾ ഹദീസിന്റെ കിതാബിൽ നമുക്ക് കാണാം. അതേ ഖിയാമത്ത് നാൾ ആകുമ്പോൾ വരുന്നൊരു കൂട്ടരുണ്ട്, ദജ്ജാലൂന കദ്ദാബൂന. അവർ കബളിപ്പിക്കുന്നവരാണ്, ധാരാളം കള്ളം പറയുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴത്തെ കള്ളം പറയുന്ന കക്ഷികളുടെ സ്വഭാവം എന്താണ് നിങ്ങൾക്കറിയില്ലേ? ക്ലിപ്പ് മുറിക്കലാണ്. അതേ പണ്ഡിതന്മാരെ പ്രസംഗം അപ്പുറവും മുറിച്ച് ഇപ്പുറവും മുറിച്ച് കഷ്ണത്തിൽ നിന്ന് മദ്യത്തിൽ നിന്നെടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ദജ്ജാലുകളുടെയും കദ്ദാബുകളുടെയും സ്വഭാവം. ഏതുപോലെ ജൂതന്മാരങ്ങനെയായിരുന്നു, ക്രിസ്ത്യാനികൾ അങ്ങനെയായിരുന്നു. അവരെ കിതാബിലുള്ള പകുതി മറച്ചു വെച്ചിട്ട് യുഹരിഫൂനൽ കലിമ അൻ മവാദിഹി, അസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. അത് തന്നെയാണ് ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു എല്ലാ ഇമാമീങ്ങളും മഹാനവറുകളെ അംഗീകരിച്ചു. എല്ലാവരും മഹാനവറുകളിൽ വിശ്വാസമർപ്പിച്ചു. ഒരു പണ്ഡിതൻ പോലും മഹാനവറുകൾക്കെതിരെ അക്കാലഘട്ടത്തിലോ ശേഷമോ വിവരമുള്ളവർ സംസാരിച്ചിട്ടില്ല. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പച്ചത്തോന്നിവാസം പറയുന്ന ആളുകൾ ഇറങ്ങിയ കാലമാണിത്. നമ്മുടെ കേരളത്തിൽ പോലും ഒരിക്കലും മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകരുത് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ടോപ്പിലുള്ളൊരു മഹാപണ്ഡിതനാണ്. ഒരുപാട് കറാമത്തുകളുള്ള ആളാണ്, ഒരുപാട് മഹത്വമുള്ള ആളാണ്. അവിടുത്തെ മഹത്വം പറയാൻ ഒരുങ്ങിയാൽ മാസങ്ങളോളം, വഅദ് പറഞ്ഞാൽ തീരൂല. തസാനീഫു ഇൽമിൻ സാദ ഫിൽ കമ്മി അദ്ദുഹാ അല സബഇ വത്തിസ്ഈന ഹററഹൽ ഹസ്ബൂ. 97ഓളം ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ സംബന്ധിച്ച് സുന്നിയല്ല എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു വേദന. അല്ലാഹുവേ, നീ അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, വലൗ ജാസ അയ്യബ്ഖാ كريما مخلدا لكان رسول الله وسادة الصحب فيا معشر الإخوان عصبة شيخنا تأسوا فإن البعد سهله القرب. അവിടുത്തെ ശിഷ്യന്മാരായ ഇമാമിങ്ങൾ പാടുകയാണ്, നിങ്ങളതാ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ പിന്തുടർന്നോളൂ. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടുന്ന് ബോധ്യപ്പെട്ടതല്ലാതെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഫതാവൽ ഹദീസിയാകട്ടെ, ഫതാവൽ കുബ്രയാകട്ടെ, അവിടുത്തെ ശറഹുൽ ഇർഷാദാകട്ടെ, ഫതുൽ ജവാദ് എന്ന ചെറിയ ശറഹാകട്ടെ, ഇംദാദ് എന്ന വലിയ ശറഹാകട്ടെ, തുഹ്ഫയാകട്ടെ, ഇസ്റാഹുൽ ഇളാഹാകട്ടെ, ഫതുൽ മുഖീനാകട്ടെ, ഏത് കിതാബ് നോക്കിയാലും അതിലെല്ലാം നല്ല മുത്തുമണികളാണ്. ആ മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ സുന്നിയല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരറിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുകയല്ല പറഞ്ഞു വന്നത്. അസൂയ എന്ന് പറയുന്ന രോഗം അത് വളരെ കടുത്ത രോഗമാണ്. അത് നമ്മുടെ ഖൽബിൽ ഉണ്ടായാൽ ഖൽബ് തഖ്വയുള്ളതല്ല.
ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു ഖബൂൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഖൽബ് ശുദ്ധിയാകണം. അത്തഖ്വാ ഹാഹുനാ തഖ്വാ ഹാഹുനാ തഖ്വാ ഹാഹുനാ. ഇവിടെയാണ് തഖ്വ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഹൃദയം നന്നാകണം. മറ്റൊരാളെ സംബന്ധിച്ച് അസൂയ ഉണ്ടാകാൻ പാടില്ല, അതുപോലെ കിബറുണ്ടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു. അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി. ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകഴ്ത്തി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി. ആ ഹാഫിളു ദഹബി തന്നെ പറയുകയാണ്, ഇബ്നു തൈമിയക്ക് വലിയ കിബറായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കദ്ദാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ, അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് പേരോട് ഇപ്പോൾ ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഇബ്നു തൈമിയെ വെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല, നമുക്കതിന്റെ ആവശ്യവുമില്ല. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു, ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല. നമ്മൾ ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക. അത് പറയാനും ഒരു കാരണമുണ്ട്, അതെന്തേ? അത് പറയേണ്ട സമയത്ത് അത് പറയണം. അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു, അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു. അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അല്ലാഹു തആലക്ക് കയ്യും കാലും ഉണ്ട് എന്ന്. അല്ലാഹ് കസേരമേ കുത്തിരിക്കുകയാണ്. അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇബ്നു തൈമി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോ അംഗീകരിക്കണമെന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കണം. ഇബ്നു തൈമി ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു പറഞ്ഞു, ഒന്ന് വായിച്ചു നോക്ക് ഫതാവൽ ഹദീസിൽ. അതുപോലെ മറ്റുള്ള കിതാബുകൾ ഒന്ന് വായിച്ചു നോക്ക്. ഒന്നും രണ്ടൊന്നല്ല, എത്ര കിതാബിലാ പറഞ്ഞു. ഇമാം സുബ്കി പറഞ്ഞ് വായിച്ചു നോക്ക്. എന്തിനധികം പറയണേ, ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞ് വായിച്ചു നോക്കാൻ. ഞാൻ കുറെ കിതാബുകൾ അന്ന് ഉദ്ധരിച്ചു. സുഹൃത്തുക്കളെ, അത് തന്നെ ഇപ്പം പറയാനുള്ളൂ. ഇപ്പൊ പുതിയൊന്നും പറയുന്നൊന്നുമില്ല, പണ്ട പറഞ്ഞ ഇപ്പം പറയുന്നു. പക്ഷേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നു. ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണോ? ഞാൻ ഇന്നലെ വയത് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ ഞാൻ ചിലപ്പോൾ പള്ളീനെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം ആ പള്ളി ഉദ്ഘാടനമല്ല. അപ്പൊ ചിലപ്പോൾ അവിടെ പറഞ്ഞ വേറൊരു വിഷയമായിരിക്കും. അങ്ങനെ ഓരോ സ്ഥലത്തും ആവശ്യമുള്ളതല്ലേ പറയേണ്ടത്, ആവശ്യമുള്ളതുപോലെ പറയേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നാൽ കൊന്നവന് തൗബുണ്ടോ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തൗബില്ല എന്ന് പറഞ്ഞു. അയാൾ മടങ്ങിപ്പോയി. വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, ഒരു മനുഷ്യനെ കൊന്നവന് തൗബുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാരാ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പൊരുത്തം കൊടുത്ത സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹുവിന്റെ പിതൃ സഹോദരന്റെ മോനാണ്. ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാക്കാണ് ഹിബ്റുൽ ഉമ്മ. അയാളോട് പറഞ്ഞു ഒന്നാണ്, ഇയാളോട് പറഞ്ഞു ഒന്നാണ്. അതെന്തേ കാരണം? അതിന്റെ കാരണം ആദ്യത്തെ ആള്, അയാൾക്കൊരു സാഹചര്യം ഉണ്ട്. അയാളുടെ സാഹചര്യം എന്താണ്? അയാള് കൊന്നാല് തോബണ്ട് എന്നാണ് മറുപടിയെങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാൻ ഉണ്ട്. തോബണ്ട് എന്നാ പറയുന്നത്, എന്നാ പോയിട്ട് കൊല്ലണം. അയാളോട് പറഞ്ഞ മറുപടിയാണെന്ത്? തോബല്ല. രണ്ടാമത്തെ ആൾ അങ്ങനല്ല, അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി. ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദുണ്ട്, പടച്ചോൻ എന്നെ സ്വീകരിക്കോ ഇല്ലേ. അയാളോട് പറഞ്ഞ മറുപടിയാണ് തോബണ്ട്. മറ്റാളോട് പറഞ്ഞ തോബല്ല. ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈമാനും അമലും രക്ഷപ്പെടുത്തുക എന്നതാണ്. സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദമിന്റെ മുഖദ്ദിമയിൽ ഈ സംഭവം എടുത്തുദ്ധരിച്ചത് കാണാം. ഇതൊന്നും പഠിക്കാത്ത ചില ആളുകളുണ്ടാവും. അവർക്ക് അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാത്ത, ഇവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയും പറയാത്തെന്നൊക്കെ ചിന്ത ഉണ്ടാവും. ഇതൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന്റെ ആകത്തുക എന്താണ്? അവിടെയുള്ള ചോദ്യത്തിന്റെ ആകത്തുക, ഇബ്നു തൈമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ.
അതിന്റെ പേരിൽ ഇബ്നു തൈമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇബ്നു തൈമിയ തന്നെ ഹിജ്റ 600 ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ്. അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല. അതേപോലെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ കാലത്തുള്ളതല്ല. ഹിജ്റ 600ഓളം കൊല്ലത്തിലെടുക്കാൻ ജനിച്ചിട്ടുന്നില്ല. അങ്ങനത്തെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിമീങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. വാഴക്കാട്ട് അപ്പുറത്തുള്ള മൗലവി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു. എല്ലാ സ്ഥലത്തും ഒറ്റൊന്ന് പറയൽ ഒന്നും കയ്യിലില്ലാത്തവന്റെ പരിപാടിയാണ്. കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനത്തെ ഉണ്ട്. എല്ലാ സ്ഥലത്തും അതിന്റെ വിളമ്പ് അല്ലാണ്ട് അച്ചാർ മാത്രമുള്ള പിന്നെ അച്ചാർ മാത്രം വിളമ്പ് എന്നല്ലാണ്ട് എന്താക്കാനാ അവന് ബിരിയാണി വാങ്ങി. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല. അത് പറയേണ്ട സദസ്സല്ല ഇത്. പക്ഷേ ഞാനത് പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട്. അതിലേറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തരീഖത്തുകാർ. കള്ളത്തരീഖത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഖാദിയാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ്. അവർ പരസ്പരം പറയാണ്. മുജാഹിദ് പറയും, ഞങ്ങളിപ്പോ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് ആയിട്ടുണ്ട് എന്ന് പറയും. നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം. അപ്പൊ എന്താവും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ അതൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് അവരൊരു പരിപാടി, ഒരു പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറിക്കുകയാണ്. ഈ ഹഫീദുദ്ദഹബി പറഞ്ഞ വാചകം ഈ ചങ്ങാതി കേൾപ്പിക്കുന്നില്ല. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല. എന്നിട്ട് ചില ഭാഗത്ത് നിന്ന് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകളുടെ തുഹ്ഫയിലും ഫതാവയിലൊന്നും പറഞ്ഞതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും. പറഞ്ഞൊക്കെ കാണാൻ കഴിയും. അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അത് വേണമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഖൽബിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, ഖൽബിൽ കിബ്ർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവന്റെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകാൻ പാടില്ല. പിന്നെ അവൻ എത്ര മൗലിദ് ഓതിയിട്ടും കാര്യമില്ല, എത്ര റാത്തീബ് ചൊല്ലിയിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. നബി തങ്ങളാ പറഞ്ഞത്, മൻ അഹ്ദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ, ഒരു ബിദ്അത്തുകാരനെ പുത്തൻവാദിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ, അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വജനങ്ങളുടെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചാലേ നിസ്കാരം സ്വീകരിക്കുള്ളൂ, നോമ്പ് സ്വീകരിക്കുള്ളൂ, സദഖ സ്വീകരിക്കുള്ളൂ, ഖുർആനോത്ത് സ്വീകരിക്കുള്ളൂ. മൗലിദും റാത്തീബും സദഖയും ഒന്നും സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്ത് വിട്ടാ സ്വീകരിക്കൂല. അതാണ് നബിതങ്ങളും പഠിപ്പിച്ചത്. ഹത്താ യർതദിഅ ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ. പുത്തൻവാദിയുടെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. ഹത്താ യർതദിഅ, അവൻ തിരിച്ചു വരുന്നത് വരെ. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല, നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഉറച്ച സുന്നിയായി ജീവിക്കണം. ഈ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന സർവ്വ ഇമാമിങ്ങളെയും സുന്നിയല്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശ്രമിച്ചിട്ടുണ്ട്. അതായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞപ്പോ അതാ ഇമാം ശാഫിഈ റാഫിദിയാണെന്ന് പറഞ്ഞു. റാഫിദി എന്ന് പറഞ്ഞാൽ ഷിയത്തിന്റെ ഷിയാക്കളെ കൂട്ടത്തിൽ കടുത്ത ഷിയാക്കളാണ്. അങ്ങനത്തെ ഒരാളാണ് ഇമാം ഷാഫി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷാഫി ഇമാം ചൊല്ലിയത്,
അതേ ഇൻകാന റഫ്ളൻ ഹുബ്ബു അലി മുഹമ്മദി ഫല്യസ്ഹദി ത്ഖലാനി അന്നി റാഫിളി. നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് റാഫിലുകളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റാഫിലിയാണെന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി പറഞ്ഞോളൂ, ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞോളൂ, ഞാൻ നബിതങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറൂല. ആനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ ഒരു രണ്ടാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട്. അതും വേണ്ട, അതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല. മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇബ്നു തൈമിയെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷപാതിത്വപരമായിട്ടാണെന്ന് നുഅ്മാനുൽ ആലൂസി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞു. ആ നുഅ്മാനുൽ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു. ആ നുഅ്മാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ കിതാബ് ഉദ്ധരിക്കുന്നതിന് പകരം ആ ആലൂസിയും കൂടി അംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു. പക്ഷേ എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ആരും ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ പോകണ്ട, കർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല. അത് റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ്. ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന ഏർപ്പാട് നമുക്കൊരു കാലഘട്ടത്തിലുമില്ല. അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത്. ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇമാമിങ്ങളെ വാക്കെടുത്ത് ഉദ്ധരിച്ചാൽ നമുക്കതിന് ഉത്തരവാദിത്തമില്ലല്ലോ. അവരതിന് കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ, അവര് പഠിച്ച് പറയുന്നവരാണല്ലോ, അവരത്രയും ശുദ്ധന്മാരാണല്ലോ. അതിനാൽ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി അതാണ്. സുന്നത്ത് ജമാഅത്ത് വിട്ടുകൂടാ.